ഹായ് ഗൈസ്, നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലെ മാഗ്നറ്റിസം പോർഷൻ കഴിഞ്ഞു. ദെൻ ഫണ്ടമെൻറ്റൽസ് ഓഫ് വെക്റ്റർ കാൽക്കുലസ് കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയാണ് പഠിക്കാനുള്ളത്. ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന പോർഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. So Faraday established the fact that a time-varying magnetic field can produce an electric field. Later, the converse of this statement was proposed by Maxwell. That is, a time-varying electric field can produce a magnetic field. This brilliant idea unified the science of electricity and magnetism through electromagnetic theory. This theory provides very good explanation for the propagation of electromagnetic waves and their interaction with matter. The prediction of electromagnetic nature of light is one of the remarkable results of electromagnetic theory. In order to study electromagnetic theory, we must have some basic ideas of vector calculus that we already covered in last lectures. So here we are going through electromagnetic theory. First section is equation of continuity. So in this section, the total current flowing out of some volume must be equal to the rate of decrease of charge density rho within the volume. That is, the charge is conserved. This can be denoted as surface integral j dot ds is equal to minus dou by dou t of volume integral rho dot dv, where J is current density, rho charge density or charge per unit volume, and here a negative sign is there, which sign indicates the decrease in number of charge carriers. By using Gauss divergence theorem, we can write this as surface integral J dot ds is equal to volume integral del dot J dou v. സോ ഗോസ് ഡൈവർജൻസ് തിയറത്തിനകത്ത് പറയുന്നത് അത് സർഫസ് ഇൻ്റഗ്രൽ ടു വോളിയം ഇൻ്റഗ്രൽ റേഷ്യോ ആണ്, അതാണ് പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദ എൽ എച്ച് എസ് ഓഫ് ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. ഇതിൻ്റെ എൽ എച്ച് എസിനകത്തോട്ട് നമ്മൾ ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇതിനെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ജെ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി ഓർ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0, which is the equation of continuity for a time varying field. സോ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഫോർ ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സ്വെൽ ഡിറൈവ്ഡ് ഫോർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് 4 ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ്, ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസത്തിലെ 4 ഫണ്ടമെൻ്റൽ ഇക്വേഷൻസിൽ നിന്നാണ് ഫാരഡേ ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അല്ലെ, ഫസ്റ്റ് ഇക്വേഷനാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമും ഇൻ്റഗ്രൽ ഫോമുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷനാണ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ, അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി. Second equation del dot b is equal to 0 and the integral form ആണ് surface integral b dot ds is equal to 0 and del cross e is equal to minus dou b by dou t, and here line integral e dot dl is equal to minus surface integral dou b by dou t into dot ds. Then fourth equation del cross h is equal to j plus dou d by dou t. The integral form of fourth equation is line integral h dot dl is equal to surface integral j dot ds plus surface integral dou d by dou t dot ds. ഇങ്ങനെ
ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 4 ലോസിൽ നിന്നും 4 ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം, ഫാരഡേസ് ലോസ് ആൻഡ് ആംബിയേഴ്സ് സർക്യൂട്ടസ് ലോസ്. ഇത്രയും 4 ഫണ്ടമെൻ്റൽസ് ഇക്വേഷൻ മാഗ്നറ്റിസത്തിൻ്റെയും ഇലക്ട്രിസിറ്റിയിലെയും ഫണ്ടമെൻ്റൽ ലോസിൽ നിന്നുമാണ് ഈ 4 ഇക്വേഷൻസ് മാക്സ്വെൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഓരോ ഇക്വേഷൻസും ഡിറൈവ് ചെയ്ത് എടുക്കണം. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി, അക്കോർഡിംഗ് ടു ഗോസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, total electric flux passing through a closed surface is equal to 1 by epsilon 0 times the total charge Q enclosed by the surface. That is, phi E is equal to Q by epsilon 0. And also, according to Gauss law, we have phi E is equal to surface integral E dot ds. If we are comparing these two equations, we will get surface integral E dot ds is equal to Q by epsilon 0. And ഈ epsilon 0നെ ഇപ്പുറത്തോട്ട് മാറ്റുമ്പോഴത്തേന്, so we can write this as that is surface integral epsilon 0 E dot ds is equal to Q, and here we have epsilon 0 E is equal to D, which is the electric displacement vector. So the equation will become surface integral D dot ds is equal to Q. If rho is the charge density in the volume V, then we can write Q is equal to volume integral rho dot dV. So the equation will become, for substituting value for Q from this equation, so surface integral D dot ds is equal to volume integral rho dot dV. This is Maxwell's first equation in integral form. If we change the surface integral to volume integral by using Gauss theorem. What is Gauss theorem? Gauss theorem is given by this equation, which is surface integral A dot ds is equal to volume integral del dot A dou V, where A is a vector function. So here also the LHS of equation number 1 can be written as del dot surface integral of del dot ds is equal to volume integral of del dot d dv. So substituting this equation in 1, this can be substituted into equation number 1 again. Then we will get volume integral del dot d dot dv is equal to volume integral rho dot dv. This is equal to volume integral, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? del dot d minus rho dv is equal to 0, or del dot d minus rho is equal to 0, or del dot d is equal to rho. This is Maxwell's first equation in differential form. So next, second law, which is del dot b is equal to 0. According to Gauss law of magnetism. So second law നമ്മൾ magnetism law ആണ് യൂസ് ചെയ്യുന്നത്. So according to Gauss law in magnetism, total flux, magnetic flux through a closed surface is 0. That is, surface integral B dot ds is equal to 0, which is equation number 1. So using Gauss divergence theorem, which can be written as surface integral B dot ds is equal to volume integral del dot b dot dv. So if we are substituting equation number 2 in the LHS of equation number 1, then the equation number 1 will become volume integral del dot b dot dv is equal to 0.
എങ്ങനെയാണ് ഈ ബി ഡോട്ട് ഡി എസിന് പകരമായിട്ട് എന്ത് ചെയ്തു, ബി ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു 0 ആണ്, ബി ഡോട്ട് ടി എസിന് പകരം ഡെൽ ഡോട്ട് ബി ഡോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് only if the integral is 0. Del dot b is equal to 0. So this is the differential form of Maxwell's second equation. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് Maxwell's third law. Del cross E is equal to minus dou b by dou t ആണ് നമ്മുടെ Maxwell's third law എന്ന് പറയുന്നത്. It is derived from Faraday's law of electromagnetic induction. And what Faraday's laws of electromagnetic induction says, the induced EMF in a circuit is equal to the rate of change of magnetic flux phi b linked with the circuit, and the direction of the resultant EMF is opposite to the direction of the flux change, which is given by Lenz's law. Faraday is having two laws, first law and second law. Second law is Lenz's law. First law ആണ് പറയുന്നത് എന്തെന്ന്, ഇവിടെ നമുക്ക് it states that induced EMF is equal to rate of change of magnetic flux. That is, here induced EMF E is equal to rate of change of magnetic flux dou phi b by dou t, and this minus sign, the sign direction is given by Lenz's law. The EMF developed can also be written in terms of work done, F is equal to E dot dl, for displacing a unit charge through an elemental length dl in the coil. So we can write this equation number 1, equation as E is equal to line integral E dot dl. We have the expression for total magnetic flux linked with the surface, that is phi b is equal to what? Phi b is equal to surface integral B dot ds. Substituting equation number 3 in 1, so instead of phi b you can substitute surface integral B dot ds. So equation number 1 become E is equal to dou by minus dou by dou t of surface integral. Here phi b ക്ക് പകരമായിട്ട് എന്ത് കൊടുക്കണം, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊരു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് സർഫസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് വരും. കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 2 and 4, 2ഉം 4 കമ്പയർ ചെയ്യും. So here it is E is equal to line integral E dot dl, and here the equation is minus dou by dou t of surface integral B dot ds. So equation 2 becomes equation, when we are comparing equation 2 and 4, the equation will become line integral E dot dl is equal to minus dou by dou t of surface integral B dot ds. So using Stokes theorem, the left hand side of the above equation 5, or the equation number 5, can be written as line integral A dot dl is equal to surface integral del cross A ds. This is Stokes theorem. So our equation can be written as line integral E dot dl is equal to surface integral del cross E ds. So substituting equation number 6 in 5, our fifth equation is this. So if we are substituting this equation here, we will get surface integral del cross E ds is equal to minus dou by dou t surface integral B dot ds, or we can write this as surface integral del cross E ds is equal to surface integral minus dou b by dou t into ds, or which implies del cross E is equal to minus dou b by dou t, which is the differential form of Maxwell's third equation. So next is Maxwell's fourth law.
Maxwell's fourth law is del cross H is equal to J plus dou D by dou T. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു മാക്സ്വെല്ലിൻ്റെ ഫോർത്ത് ഇക്വേഷൻ ഒരു മോഡിഫൈഡ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ മാക്സ്വെല്ലിൻ്റെ ഫോർത്ത് ഇക്വേഷൻ പറയുന്നത് it is derived from Ampere's circuitous law ആണ്. So the equation, what is Ampere's circuitous law? Line integral of B dot dl is equal to mu 0 I. This can be written as mu 0, instead of b we can substitute b is equal to mu 0 h. So line integral of mu 0 h dl is equal to mu 0 I. So this implies h line integral of h dot dl is equal to 1, which is equation number 1. If J is the current density in a closed surface, then surface integral J dot ds is equal to I. Compare equation 1 and 2. Here we will get integral h line integral h dot dl is equal to surface integral J dot ds. So according to Stokes theorem, line integral of h dot dl can be written as surface integral of del cross h ds. Substituting this in LHS of equation number 3. So if we are substituting this here, means we will get surface integral del cross h ds is equal to surface integral J dot ds. That is del cross h is equal to J എന്ന് കിട്ടും. So Maxwell took divergence of equation number 4. So divergence എടുക്കുമ്പോൾ എങ്ങനെ del dot del cross h is equal to del dot j എന്ന് കിട്ടും. So for any vector valued function a, del dot del cross a is equal to 0 ആയിരിക്കും. So here del dot del cross h എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. So this implies the equation 5 becomes del dot j is equal to 0. To find the current density in time varying field, apply the equation of continuity. We have equation of continuity എന്താണ്? del dot j is equal to minus dou rho by dou t. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Using Maxwell's first equation, what is rho? Which is del dot d. Del dot d is equal to rho, where d is the electric displacement vector. And if we are substituting del dot d instead of rho in equation number 6, then equation number 6 becomes del dot j is equal to minus dou into del dot d by dou t is equal to minus del dot d by dou t. ഇതിനെ ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? del dot j plus dou d by dou t is equal to 0. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നതാണ്. സോ ഇതിനകത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജെ സി എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ജെ ഡി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി റെസ്പെക്റ്റീവ്ലി. ദെൻ ദ ഇക്വേഷൻ വിൽ ബിക്കം del dot jc plus jd is equal to 0. And if we are substituting these values in equation number 5, then del dot del cross h is equal to del dot jc plus dou d by dou t, which implies del cross h is equal to jc plus dou d by dou t, which is the differential form of Maxwell's fourth equation. And the integral form of Maxwell's fourth equation is in line integral of h dot dl is equal to surface integral jc plus rho d by dou t dot ds.
Next is difference between this conduction current and displacement current. Conduction current, it produces due to movement of electric charges in a conductor when electric field is applied. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ചാർജസ്, ഒരു കണ്ടക്ടറിലെ ഇലക്ട്രിക് ചാർജസിനുണ്ടാകുന്ന മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. ദാൻ displacement current is produced due to the charge in electric field E. Conduction current in the case, it is produced due to the rate of change of charges, but in the case of displacement current, it is due to the rate of change of electric field intensity. And conduction current is zero in a perfect vacuum, but displacement current has a finite value in vacuum. Conduction current is in phase with electric field, but displacement current is out of phase with the electric field. In the case of conduction current, I is equal to E rho A or J is equal to rho E, where J is the conduction current density, and in the case of displacement current, I is equal to dq by dt or is equal to epsilon 0 dou phi E by dou t, where capital D where d of epsilon 0 phi E by dt, which is displacement current density. Example for conduction current is current produced in a conducting wire when connected across a potential difference V, that is V is equal to Ri. For displacement current, current produced in a capacitor of capacitance C and charges Q when it connected across the voltage V, V is equal to Q by C. Thank you.